നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസിന്റെ ചവിട്ടിൽ നിന്നും ആർക്കും രക്ഷയില്ല. പോലീസ് മാഡം എന്തായി ചെയ്തത്? അവർക്ക് ചവിട്ട് കൊണ്ടതും ബല്ലാങ്കിളിനെയും കൂടെ കറക്കിക്കൊണ്ടുപോയി. അവര് രക്ഷപ്പെടാനോ? മരമണ്ടന്മാർ ഈ പോലീസിന്റെ കയ്യിൽ നിന്നും എത്ര ദൂരം അവര് രക്ഷപ്പെടും? അവർക്കെതിരെ എനിക്ക് തെളിവുകൾ ലഭിച്ചു. വരൂ, നമുക്ക് കോജിയങ്കിളിന്റെ സഹായം ചോദിക്കാം. കോജി അങ്കിൾ, ഞാൻ കിഡ്നാപ്പേഴ്സിന്റെ ഫുട് പ്രിന്റിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് ഓഫീസിലെ ഫുട് പ്രിന്റുമായി മാച്ച് ചെയ്ത് നോക്ക്. ചിലപ്പോ മാച്ച് ആയാലോ? Let me check. അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നു. ഈ കിഡ്നാപ്പേഴ്സ് മറ്റാരുമല്ല, ഗംഗയും സംഘവുമാണ്. അവര് റെനോവേഷന്റെ പണി ചെയ്തായിരുന്നു. ബെല്ലാങ്കിൾ അവർക്ക് ക്യാഷ് കൊടുത്തില്ല. അതിന് പ്രതികാരമായിട്ട് പേയ്മെന്റ് കൈക്കലാക്കാൻ വേണ്ടിയാ അവരിപ്പോ ബെല്ലാങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. മാമാ, അവരുടെ ഗോഡൌൺ മാമിന് അറിയാവോ? അറിയാം അനന്തരവാ. നഗരത്തിന് പുറത്ത് അവർക്ക് വലിയൊരു ഗോഡൌൺ തന്നെയുണ്ട്. അവിടെയാണ് അവർ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. എങ്കിൽ വരൂ, അവര് ഗോഡൌണിലായിരിക്കും ബെല്ലാങ്കിളിനെ വെച്ചിരിക്കുന്നത്. ഹലോ പോലീസ് മാഡം, പെട്ടെന്ന് നഗരത്തിന്റെ പുറത്തുള്ള ഗോഡൌണിലേക്ക് വാ. ഹാൻഡ്സ് അപ്പ്! ആരും നിന്നിടത്ത് നിന്ന് അനങ്ങിപ്പോകരുത്. ഗംഗാ പെയിന്റർ, മാസ്ക് എടുത്തോളൂ. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായി. എടാ തെമ്മാടികൾ, എന്റെ മേക്കപ്പ് കൊളമാക്കിയല്ലോ. അവരെ പിടിക്കടാ. അതെ, ഇതാണ് മാഡത്തിന്റെ ഒരു സ്റ്റൈൽ ട്ടോ. അയ്യോ എന്റെ മാഡം, എല്ലാ സവാളയും മോഷണം പോയി. ഇതെന്താ, നമ്മുടെ ട്രക്കിലുണ്ടായിരുന്ന സവാളയൊന്നും കാണുന്നില്ലല്ലോ. ഒലക്കട മൂട്! ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ എങ്ങനെയാണ് മോഷണം നടന്നത്? ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്കിൽ മോഷണം നടക്കില്ല. നമ്മൾ ഒരു സ്ഥലത്തേ നിർത്തിയുള്ളൂ, ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് മാത്രം. ഐഡിയ! പോലീസ് മാഡം, എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ട്രക്ക് മുകളിൽ നിന്ന് സേഫായി തോന്നാം, പക്ഷെ സവാള മോഷണം പോയത് ഭൂമിക്ക് അടിയിൽ നിന്നാ. വരൂ, നമുക്ക് ഒന്നുകൂടി വണ്ടി എടുത്തോണ്ട് പോവാം. ഇത്തവണ ഞാനും മാമനും സവാളയ്ക്കിടെ ഒളിച്ചിരുന്നോളാം. ഹലോ പോലീസ് മാഡം, ആ കള്ളന്മാർ ട്രക്കിലുള്ള എല്ലാ സവാളയും മാൻഹോൾ പൈപ്പ് വഴിയാ മോഷ്ടിച്ചത്. ഞങ്ങൾ ആ കള്ളന്മാരുടെ ട്രക്കിലാ. നിങ്ങളെല്ലാവരും കാടിന്റെ നടുവിലുള്ള റോഡില്ലേ, അതുവഴി വരൂ, വേഗം. കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെയും നാട്ടിൽ വിലസുന്ന സൂത്രക്കാരനായ കള്ളനെയും ആർക്കും പിടിക്കാനാവില്ല. ഇനി ഫണ്ടൂസ് നഗറിൽ ആർക്കും തന്നെ സവാള വിൽക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് സവാള വിറ്റ് കോടീശ്വരനായി മാറും.
വേഗം ചെന്ന് നിങ്ങളുടെ ജോലി എടാ നോക്ക. കള്ള, നീ എന്ത് സൂത്രങ്ങൾ പ്രയോഗിച്ചാലും ശരി, ഈ അമ്മാവൻ അനന്തരവൻ ശക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല. നിന്റെ രഹസ്യങ്ങൾ വെളിച്ചത്തായിരിക്കുന്നു. ഇന്ന് നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. നിങ്ങള് ദൂരെ നിന്നോ. ഇത്തവണ നിങ്ങളുടെ ഓണിയൻ പെർഫ്യൂം ഒന്നും ഇവിടെ വില പോവില്ല. നമസ്കാരം, നമസ്കാരം. നിങ്ങൾ ഇവിടെ യോഗ അഭ്യസിക്കാൻ വേണ്ടി വന്നതാണോ? ഞങ്ങൾ എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു. ഇവിടെ വെള്ളം കക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടായിരുന്നോ? വെള്ളത്തിന്റെ ടാങ്കർ ലോറിയായിട്ട്. കുമാരി, ഇവിടെ കള്ളന്മാര് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇതൊരു ആശ്രമമാണ്. പോലീസ് മാഡം, സ്ഥലം ഇത് തന്നെയാണ്. പക്ഷേ വെള്ളത്തിന്റെ പൈപ്പ് പുറത്തേക്ക് വരുന്നത് എവിടെന്നാന്ന് അറിയില്ല. വരൂ, നമുക്ക് പൈപ്പിനകത്തോടെ വന്ന് നോക്കാം. പോലീസ് മാഡം, ഈ മതിൽ ഇഷ്ടികയും മണലും കൊണ്ടുള്ളതല്ല. അകത്ത് പൊള്ളയാണ്. ഇതിനകത്ത് എന്തോ രഹസ്യമുണ്ട്. പോലീസ് മാഡം, കള്ളന്മാർ ഇവിടെയുണ്ട്. അവനെ തടയൂ, അവന്റെ ബുദ്ധി അപാരമാണ്. മാമാ, മാമൻ എവിടെയാ? എല്ലാം നിർത്തിക്കോണം. എല്ലാരും ഹാൻഡ്സ് ആയിട്ട് നിന്നോണം പറഞ്ഞേക്കാം. കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെയും നഗരത്തിലെ സൂത്രക്കാരനായ കള്ളനെയും ആർക്കും പിടിക്കാനാവില്ല. മാമാ, മാമന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ അനന്തരവൻ കൂടെയുള്ളപ്പോ ഈ അമ്മാവന് എന്ത് കുഴപ്പം സംഭവിക്കാനാ? സൂത്രക്കാരൻ കള്ള, ഇനി രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. അമ്മാവനും അനന്തരവനും പുറകെ തന്നെയുണ്ട്. ഇപ്പൊ അനന്തരവൻ തനിച്ചാണ് പുറകെ വരുന്നത്. അമ്മാവ താൻ സ്കൂട്ടറിൽ തന്നെ വന്നാ മതി. മാമാ, ഈ ടാങ്കറുകളൊക്കെ എവിടെ പോയി? അല്ല, ഇവിടെ എന്താ ഈ നടക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? ആരാരെയാണ് ചേസ് ചെയ്യുന്നത്? മനസ്സിലാവുന്നില്ല. തൽക്കാലം ഞാൻ നിങ്ങളെ ഒന്ന് ചേസ് ചെയ്യാമെന്ന് കരുതി. അതെ മാഡം, മേക്കപ്പ് ശരിയാക്കുന്നില്ലേ? അറിയില്ലേ, ഇതാണ് ഈ മാഡത്തിന്റെ ഒരു സ്റ്റൈൽ ഇട്ടാ. അതാ എണ്ണക്കിണർ കുഴിക്കാനുള്ള മെഷീൻ എത്തിയേ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ മറിഞ്ഞു കാണുമല്ലോ, എന്റെ വീട് മുറ്റത്ത് എണ്ണക്കിണറുണ്ട്. അത് കുഴിച്ചെടുക്കാനുള്ള മെഷീനുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഈ ഉദ്യമത്തിൽ എന്റെ പാർട്ണറാകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 1 കോടിയിൽ നിങ്ങളുടെ പങ്ക് നിക്ഷേപിക്കുക. എങ്കിൽ എന്റെ കിണറിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് പൈപ്പ് ലൈൻ ഘടിപ്പിക്കുന്നതായിരിക്കും. പറയൂ, കോടീശ്വരനാകാൻ താല്പര്യമുള്ളവർ ആരൊക്കെയാണ്? എന്റെ അനന്തരവാ, ഇവിടെ എന്താ നടക്കുന്നത്? മാമാ, ഈ മെഷീനിന്റെ ഡ്രില്ല് നോക്ക്. 20 ഫീറ്റ് ഉണ്ടാവും. പക്ഷെ ഓയിൽ 6000 അടി താഴ്ചയിലാ ഉണ്ടാവുക. 20 ഫീറ്റ് ഡ്രില്ല് കൊണ്ട് ഓയിൽ എങ്ങനെയാ പുറത്തെടുക്കുന്നേ? ശരിയാ അനന്തരവാ, നീ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ. ഈ ഓയിൽ കിണറിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് മോനെ. ഐഡിയ മാമ, കേസ് സോൾവ്. കള്ളന്മാരെ കയ്യോടെ പിടിക്കണ്ടേ നമുക്ക്? അവര് കാശ് വാങ്ങാൻ വരുമ്പോ പിടിക്കാം. ബല്ലയുടെ ബാഗ് നിറഞ്ഞിരിക്കുകയാണ് സാർ. ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലി തുടങ്ങിക്കോളൂ. അതെ ജെഡി സാറേ,
അങ്കിളെ എന്തിനാ ഇത്ര ധൃതി? താങ്കൾ ഈ ഫണ്ടൂഷ് നഗറിന് വേണ്ടി വലിയ കാര്യമല്ലേ ചെയ്തത്? അതുകൊണ്ട് താങ്കളെ ആദരിക്കാൻ ഒരു അവസരം എന്താ? ആഹാ, തീർച്ചയായും തരാം. ഇന്നത്തെ ഈ ഫംഗ്ഷനിലെ ചീഫ് ഗസ്റ്റ് ആണ് സംഗ്രാം സർ. സംഗ്രാം സാറിന് അറിയില്ലേ, ഈ കിണർ കുഴിക്കുന്ന മെഷീൻ ഇദ്ദേഹത്തിന്റെയാ. സംഗ്രാം സർ, ഈ മെഷീനെ കുറിച്ച് 4 വാക്ക് സംസാരിക്കൂ. അതിനെന്താ പറയാലോ. ഞാൻ പ്രത്യേകിച്ച് എന്തു പറയാനാ? കിണർ കുഴിക്കുന്ന ഈ മെഷീനും വണ്ടിയും ഇവർ എന്റെ അടുത്തുനിന്ന് വാടകയ്ക്ക് എടുത്തതാ. അതെയോ? എത്ര ദിവസത്തേക്കാ? 2 ദിവസത്തേക്കാണല്ലോ. അപ്പൊ 2 ദിവസം കൊണ്ട് എണ്ണക്കിണർ കുഴിക്കാൻ പറ്റുമോ? എണ്ണക്കിണറോ? ഈ മെഷീൻ കൊണ്ട് എണ്ണക്കിണറല്ല, വെള്ളത്തിന്റെ കിണറാ കുഴിക്കുന്നത്. എന്താ വെള്ളത്തിന്റെ കിണറോ? കൊടുചതിയായി പോയി. അതേപോലെ അങ്കിൾ കൊടുംചതി. ഈ മെഷീൻ കണ്ടപ്പോ തന്നെ എനിക്ക് എല്ലാം മനസ്സിലായി. ഇതിന്റെ ഡ്രില്ല് വരും 20 ഫീറ്റേ ഉള്ളൂ, പക്ഷെ എണ്ണപ്പാടങ്ങൾ 6000 ഫീറ്റ് താഴെയാ. ഞാൻ നേരത്തെ മെഷീനിൽ എഴുതിയിരുന്ന ട്രേഡ് മാർക്കും നമ്പറും നോട്ട് ചെയ്തിരുന്നു. അങ്ങനെ സംഗ്രാം സാറിനെയും വിളിച്ചു. ബെല്ലാങ്കിളെ, നിങ്ങളുടെ മുറ്റത്ത് നേരത്തെ തന്നെ എണ്ണ നിറച്ച ഡ്രംസ് വെച്ചിരുന്നു. അതാ കോജിയങ്ങളുടെ മെഷീന് ശബ്ദിച്ചു തുടങ്ങിയത്. പിന്നെ ഇവരുടെ ഫോട്ടോ നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. ഈ അറബികള് വേറെ ആരുമല്ല, നമ്മുടെ പഴയ കൂട്ടുകാരായ ടങ്കയും ടോൽക്കിയും ആണ്. അപ്പോഴേ ഞങ്ങളുടെ പണം തിരിച്ചു തന്നിട്ട് പോ പല്ലു സാറേ. ഓടിക്കോ. അയ്യോ, എന്റെ ജീവിതം പോയേ, എന്നെ വഞ്ചിച്ചേ.